കേരളത്തിന്റെ 16ാമത് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 140 MLA-മാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതോടെ കേരളം പുതുയുഗ പിറവിയിലേക്ക് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. പുതിയ വികസന സ്വപ്നങ്ങളും ജനകീയ ആവശ്യങ്ങളുമായി നിയമസഭയിലെത്തിയ ജനപ്രതിനിധികളെ പ്രോട്ടേം സ്പീക്കർ ജി സുധാകരൻ സ്വാഗതം ചെയ്തു. മന്ത്രിസഭ പ്രോട്ടേം സ്പീക്കറായി നിയമിച്ച സുധാകരന് മുന്നിലായിരുന്നു അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. അക്ഷരമാലാക്രമത്തിലാണ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടന്നത്. മലപ്പുറത്ത് നിന്നുള്ള 16 UDF അംഗങ്ങളും പാലക്കാട് ജില്ലയിൽ നിന്നുള്ള LDF UDF അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ടി പി അഷ്റഫ് അലി കൊണ്ടോട്ടി, പി കെ ബഷീർ ഏറനാട്, AP അനിൽകുമാർ വണ്ടൂർ, ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ, M റഹ്മത്തുള്ള മഞ്ചേരി, PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറം, നജീബ് കാന്തപുരം പെരിന്തൽമണ്ണ, മഞ്ഞളാംകുഴി അലി മങ്കട, KM ഷാജി വേങ്ങര, TV ഇബ്രാഹിം വള്ളിക്കുന്ന്, PMA സമീർ തിരൂരങ്ങാടി, PK നവാസ് താനൂർ, കുറുക്കോളി മൊയ്തീൻ തിരൂർ, ആബിദ് ഹുസൈൻ തങ്ങൾ കോട്ടക്കൽ, VS ജോയ് തവനൂർ, KP നൌഷാദ് അലി പൊന്നാനി എന്നിവരാണ് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള MLA-മാർ. മലപ്പുറം മണ്ഡലത്തിൽ നിന്നുള്ള കുഞ്ഞാലിക്കുട്ടിയാണ് ഏറ്റവും സീനിയർ അംഗം. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സൃഷ്ടാവിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. PK കുഞ്ഞാലിക്കുട്ടി എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. പാലക്കാട് ജില്ലയിൽ നിന്ന് കടുത്ത പോരാട്ടത്തിലൂടെ നിയമസഭയിലെത്തിയ തൃത്താല MLA VT ബൽറാമും പട്ടാമ്പി MLA മുഹമ്മദ് മുഹ്സിനും സത്യപ്രതിജ്ഞ ചെയ്തു. ഇക്കുറി കോങ്ങാട് LDF-ൽ നിന്ന് പിടിച്ചെടുത്ത KA തുളസിയും സിനിമാ രംഗത്ത് നിന്ന് രാഷ്ട്രീയത്തിലെത്തിയ രമേഷ് പിഷാരടിയും MLA-മാരായി സത്യവാചകം ചൊല്ലി. P മമ്മിക്കുട്ടി ഷൊർണൂർ, K പ്രേംകുമാർ ഒറ്റപ്പാലം, അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ എന്നിവരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തവരിൽ ഉൾപ്പെടുന്നു. UDF MLA-മാരുടെ പരമ്പരാഗത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി സഗൗരവമാണ് VT ബൽറാം സത്യപ്രതിജ്ഞ ചെയ്തത്. VT ബൽറാം എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. പരിചയസമ്പത്തും യുവത്വവും ഒരുപോലെ അണിനിരക്കുന്ന പുതിയ നിയമസഭയിൽ കടുത്ത രാഷ്ട്രീയ സംവാദങ്ങൾക്കും ജനകീയ പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾക്കുമാണ് ഇനി വഴിയൊരുങ്ങുന്നത്. അടുത്ത ദിവസം സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. ഈ ചാനൽ ന്യൂസ്, തിരുവനന്തപുരം. Is